മേധാവി ബ്രിഗേഡിയർ ജനറൽ സർദാർ മാജിദ് ഖദേമി കൊല്ലപ്പെട്ടെന്ന് IRGC. ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ഇന്റലിജൻസ് വിഭാഗം തലവൻ തിങ്കളാഴ്ച പുലർച്ചെയുണ്ടായ ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടതെന്ന് ഇറാനിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഈ ആക്രമണത്തിന് പിന്നിൽ അമേരിക്കയും ഇസ്രായേലുമാണെന്ന് ഇറാൻ ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഖാദിമി എവിടെ വെച്ചാണ് കൊല്ലപ്പെട്ടതെന്ന് IRGC വ്യക്തമാക്കിയിട്ടില്ല. തിങ്കളാഴ്ച പുലർച്ചെ ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാന് ചുറ്റുമുള്ള ജനവാസ മേഖലകളിൽ നിരവധി വ്യോമാക്രമണങ്ങൾ നടന്നതായി റിപ്പോർട്ടുകളുണ്ട്. പിന്നാലെയാണ് ഇന്റലിജൻസ് ചീഫിന്റെ മരണം IRGC സ്ഥിരീകരിച്ചത്. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി നടത്തിയ ആക്രമണത്തിലാണ് ഖാദേമി കൊല്ലപ്പെട്ടതെന്നും ഇറാൻ പ്രസ്താവനയിൽ പറഞ്ഞു. എന്നാൽ ആക്രമണത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചോ കൃത്യമായി എവിടെ വെച്ചാണ് സംഭവമെന്നോ കൂടുതൽ വിവരങ്ങൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ടെഹ്റാനിൽ ഒന്നിനു പിറകെ ഒന്നായി ഉണ്ടായ വ്യോമാക്രമണത്തിൽ 13 പേർ കൊല്ലപ്പെട്ടു. ഇന്നലെ രാത്രിയിലുണ്ടായ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലെ തെക്കു പടിഞ്ഞാറൻ നഗരത്തിൽ പുലർച്ചെയോടെ ജനവാസ മേഖലയിലാണ് വ്യോമാക്രമണം ഉണ്ടായത്. ഇസ്ലാം ഷഹറിന് അടുത്താണ് ആക്രമണം ഉണ്ടായതെന്ന് ഇറാനിലെ വാർത്താ ഏജൻസികളായ ഫാർസും നൗർ ന്യൂസും റിപ്പോർട്ട് ചെയ്തു. ഏത് കെട്ടിടത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായതെന്ന വിവരം പുറത്തു വന്നിട്ടില്ല. ഹോർമുസ് തുറന്നില്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ട്രംപിന്റെ ട്രൂത്ത് സോഷ്യലിലെ പോസ്റ്റിന് പിന്നാലെ ഉണ്ടായ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇസ്രായേലോ അമേരിക്കയോ ഏറ്റെടുത്തിട്ടില്ല. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങൾ നടക്കുന്നതായി വിലയിരുത്തപ്പെടുന്ന ടെഹ്റാനിലെ ഷെരീഫ് യൂണിവേഴ്സിറ്റിക്കെതിരെയും പുലർച്ചെ ആക്രമണം ഉണ്ടായിരുന്നു. ഷെരീഫ് യൂണിവേഴ്സിറ്റിക്ക് സമീപത്തുള്ള പ്രകൃതിവാതക വിതരണ കേന്ദ്രത്തിനും ആക്രമണത്തിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അതേസമയം ഹോർമുസ് കടലിടുക്ക് തുറക്കണമെന്ന US പ്രസിഡന്റ് ട്രംപിന്റെ അന്ത്യശാസനത്തിന് മറുപടിയായി ഇന്ത്യയിലെ ഇറാന്റെ പ്രതിനിധി അബ്ദുൽ മജീദ് ഹക്കിം ഇലാഹി രംഗത്തെത്തി. അമേരിക്കയുടെ ഇത്തരം ഭീഷണികൾ പുതിയതല്ലെന്നും കഴിഞ്ഞ 47 വർഷമായി അവർക്ക് ഇറാനെതിരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം പരിഹസിച്ചു. ഇറാനിൽ യുദ്ധം ആരംഭിച്ചത് വലിയ തെറ്റാണ്. ആ യുദ്ധം വ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു. US ഇതിനകം തന്നെ യുദ്ധം ജയിച്ചു എന്ന ട്രംപിന്റെ അവകാശവാദവും ഇലാഹി തള്ളി. 3 ദിവസത്തിനുള്ളിൽ ലക്ഷ്യം കാണാമെന്ന് കരുതി ഇറങ്ങിയവർക്ക് 1 മാസം പിന്നിട്ടിട്ടും ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. തങ്ങളുടെ നിലപാടുകൾ തെരുവുകളിലും യുദ്ധക്കളത്തിലും തെളിയിക്കാൻ ഇറാൻ സജ്ജമാണെന്നും ഇലാഹി കൂട്ടിച്ചേർത്തു. അമേരിക്കയെ വിമർശിക്കുമ്പോൾ തന്നെ സംഘർഷം ലഘൂകരിക്കുന്നതിന് നയതന്ത്രപരമായി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതിന്റെ ആവശ്യകത ഇലാഹി ഊന്നി പറഞ്ഞു. നമ്മൾ സമാധാനത്തെക്കുറിച്ച് സംസാരിക്കണം. ലോകത്ത് സമാധാനം കൊണ്ടുവരണം. ഇന്ത്യൻ നയതന്ത്രം മികച്ചതാണ്. ഇന്ത്യക്ക് ഈ വിഷയത്തിൽ കൂടുതൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാൻ കഴിയും. ഇപ്പോൾ നടക്കുന്ന യുദ്ധം ഇറാനെതിരെ മാത്രമല്ല, ഈ യുദ്ധം എല്ലാ മനുഷ്യർക്കും എതിരാണ്. അത് മുഴുവൻ ലോകത്തിനും എതിരാണ്. ഈ യുദ്ധം കാരണം വിവിധ രാജ്യങ്ങളിലെ നിരവധി ജനങ്ങൾ ഇപ്പോൾ ദുരിതം അനുഭവിക്കുകയാണെന്നും ഇറാന്റെ പ്രതിനിധി പറഞ്ഞു. പശ്ചിമേഷ്യയിലെ സംഘർഷം ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ സാരമായി ബാധിക്കുന്നുണ്ടെന്നും ഇലാഹി മുന്നറിയിപ്പ് നൽകി. എണ്ണവില കുത്തനെ ഉയരുന്നത് ലോകമെമ്പാടുമുള്ള സാധാരണക്കാരെ ദുരിതത്തിലാക്കുകയാണ്. യുദ്ധം അവസാനിപ്പിക്കാൻ ലോകരാജ്യങ്ങളും മാധ്യമങ്ങളും ഒന്നിച്ച് ട്രംപിന് മേൽ സമ്മർദ്ദം ചെലുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.